നിങ്ങൾ നിശബ്ദരാകണം. കുറച്ചു സമയം, എന്റെ മുന്നിലിരിക്കുന്ന ആ സമയം നിങ്ങളുടെ മനസ്സും ആത്മാവും എല്ലാം ഒന്ന് നിശബ്ദമായിരിക്കണം. നിശബ്ദമായിരിക്കണം. വെറുതെ നിശബ്ദനായ പോരാ, ആഴത്തിലുള്ള നിശബ്ദത. നിങ്ങളുടെ ആത്മാവിലുള്ള ഉദ്യാനത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു തരാനാണ് ഒരു ഗുരു എന്ന നിലയിൽ ഞാൻ ശ്രമിക്കുന്നത്. ഒരു മാസ്റ്റർ, ഒരു സോൾ മാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ ശ്രമിക്കുന്നത് ആ ഉദ്യാനത്തിലേക്കുള്ള ഒരു വാതില് അതെങ്ങനെ തുറന്നു തരാം. ആ വാതില് പുറത്തെവിടെയല്ല, ലോകത്തെവിടെ നിങ്ങൾ അന്വേഷിച്ചാലും ആ വാതില് കിട്ടൂല. ആ വാതിൽ നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ എങ്ങോട്ട് പോയാലും എല്ലാം ഈ ലോകത്തുള്ള സകലതും നിങ്ങളുടെ കൂടെ വരും, നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. തുടരും എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് തന്നെ ആന നടക്കുമ്പോൾ കാടും കൂടെ നടക്കും എന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ഇങ്ങനെ ആന നടന്നു പോകുമ്പോ ഇങ്ങനെ കാട് ഒലഞ്ഞ് അതിന്റെ കൂടെ പോകുന്നത് ആണ് കാണിക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ആത്മാവും. നിങ്ങൾ സഞ്ചരിക്കുന്നിടത്തുള്ള എല്ലാ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. നിങ്ങൾ സഞ്ചരിക്കുന്നതിലൂടെ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. ലോകം മുഴുവൻ, ലോകത്തുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. പക്ഷെ നിങ്ങളുടെ ആത്മാവ് ഭയങ്കര പവർഫുൾ ആയിരിക്കണം. സോൾ ആ പവർഫുൾ ആക്കുക എന്നുള്ള പ്രോസസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇനി സംസാരിക്കുമ്പോൾ ഒരു ദയയോടുകൂടി സംസാരിക്കുക. ദയയോടുകൂടി സംസാരിക്കുക. അവബോധത്തോടുകൂടി നടക്കുക. നിങ്ങൾ കാണുന്ന സൗന്ദര്യം നിങ്ങളൊന്ന് ആസ്വദിക്കുക. വ്യത്യസ്തതയിൽ നിങ്ങളുടെ മനസ്സിപ്പോ വലിയ ശാന്തമായിരിക്കും. കുറച്ചു ദിവസമായി ഇതിന്റെ കൂടെ പോകുന്ന ആളുകളുടെ മനസ്സ് ഒരു പ്രത്യേക ശാന്തത, എന്താണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു ശാന്തത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങളുടെ മുഴുവൻ മേഖലകളിലും നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുള്ള നിങ്ങളായിരിക്കൂല ഇപ്പോഴത്തെ നിങ്ങൾ. നിങ്ങൾക്കുള്ളിൽ ഒരു മുള പൊട്ടി വന്നിട്ടുണ്ട്. യെസ്, ഒരു വിത്ത് മുള പൊട്ടി വന്നിട്ടുണ്ട്. ഈ വിത്ത് നേരത്തെ നട്ടിരുന്നതാ, നമ്മൾ കാണാതെ പോയതാ. നമ്മുടെ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനം എല്ലാം ദൈവത്തിന്റെ നാമങ്ങളാണ്. പരമാത്മാവിന്റെ, ഈശ്വരന്റെ, അള്ളാഹുവിന്റെ നാമങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവിക്കുന്നുണ്ടാവും. എല്ലാവരും ആ അനുഭവമാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി പേടി ഉണ്ടാവൂല. നിങ്ങൾ പേടിച്ച് ജീവിക്കേണ്ടി വരൂല, പേടിച്ച് മരിക്കേണ്ടിയും വരൂല. അതിലും വലിയ എന്ത് ഗ്യാരണ്ടിയാണ് വേണ്ടത് മനുഷ്യന്? ഈ രണ്ട് ഗ്യാരണ്ടി അല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഒന്നിനെ നിങ്ങൾ പേടിച്ച് ജീവിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ആത്മാവ് ഈ പ്രകാശത്തിന്റെ നിറകുടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സന്മനസ്സുള്ളവരായി മാറി. ആ സന്മനസ്സിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അല്ല നമ്മൾ കുറച്ചു നേരം സമാധാനമായിട്ടിരുന്നു എന്നിട്ട് സമാധാനം ഇല്ലാതിരിക്കുന്നു, അതല്ല. നിങ്ങൾ ആ ദയയും കാരുണ്യവും അവബോധവും ഉള്ള ഒരു ആത്മാവായി നിങ്ങൾ മാറുന്നുവോ, അന്നു മുതൽ നിങ്ങൾക്കുള്ളിൽ ഒരു പ്ലാന്റ്, ഒരു വിത്ത് മുള പൊട്ടി പുറത്തേക്ക് വരും. അതിന്റെ പേരാണ് സമാധാനം. അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതാണ് അസ്സലാം. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്ന സമാധാനം. അതിലേട്ടാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേട്ട്